സോ നമ്മൾ ഇതുവരെ സ് ഈ പറയുന്ന സോണുകളെ കുറിച്ച് അതേപോലെ ബേസിക് മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഓക്കെ സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതേപോലെ ലിക്വിഡിറ്റി ആണ്. ഇപ്പം നമുക്കിപ്പം സോണുകൾ മനസ്സിലായി, ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് വന്നു തുടങ്ങി അല്ലേ? സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഇനി നമുക്ക് വരുന്ന അതിൽ വരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോണ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ നമുക്കൊരു സപ്ലൈ സോൺ, ആ ഒരു സോണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു സോണ് നമ്മൾ കൺസിഡർ ചെയ്യണോ, അല്ലെങ്കിൽ ആ ഒരു സോണിലേക്ക് നമ്മൾ മാർക്കറ്റ് വരുമ്പോൾ റിയാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ആ ഒരു സോൺ എത്രത്തോളം പവർഫുൾ ആണ്, ഏത് സോണ് നമ്മൾ സെലക്ട് ചെയ്യണം? ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെയാണ് ഡിസ്കൗണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ രണ്ട് ഡിമാൻഡ് സോണുകൾ കാണാം അല്ലെ? അല്ലെങ്കിൽ രണ്ട് സപ്ലൈ സോണുകൾ ചിലപ്പം അതിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് സോൺ നമ്മൾ സെലക്ട് ചെയ്യണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആക്ച്വലി ലിക്വിഡിറ്റി ബേസിസിലാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ. വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റിയെ കുറിച്ച് നമ്മൾ ഡ്രാഫ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേസിക്സിന്റെ സെഷനിൽ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിബഡി ചാറ്റ് ബോക്സിൽ ഓർമ്മയുണ്ടോ? ഫ്യൂവൽ. യെസ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഫ്യൂവൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ലൈക്ക് ഇപ്പോൾ ഒരു അംബ്രല്ല, ഓക്കെ, കുട, ഇത് വിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. ഓക്കെ. ഇത് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഈ അംബ്രല നമ്മൾ നിങ്ങൾ വിൽക്കാൻ പോണത് രണ്ട് സീസണിലാണ്. ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വിന്റർ ഓർ സമ്മർ സീസണിലാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത്. ഓക്കെ. നല്ല ചൂടുള്ള ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ടൈമിൽ, ആ ഒരു ടൈമിലാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വേറൊരു ടൈമിൽ നിങ്ങൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൺസൂൺ ആയി കഴിഞ്ഞാൽ. ഓക്കെ. മൺസൂൺ ആയി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അംബ്രല്ല വിൽക്കുന്നത്. ഈ രണ്ട് ടൈമിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു അംബ്രല്ല വിൽക്കുന്നുള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം, സെയിൽസ് കിട്ടുക ഏത് ടൈമിലായിരിക്കും? മൺസൂൺ അല്ലെ? കമ്പാരിറ്റീവ്ലി കൂടുതൽ കച്ചവടം നടക്കുക അല്ലെ, കൂടുതൽ കുട വിറ്റ് പോവുക, കൂടുതൽ അംബ്രല്ല സെയിൽ ആവുക ഒബ്വിയസ്ലി മൺസൂൺ സീസണിലാണ്. എന്തുകൊണ്ടാ? വൈ? ആവശ്യം. ഉം. എന്താണ് അവിടുത്തെ ആവശ്യം? റെയിൻ അല്ലെ? അതായത് കൂടുതൽ മഴ പെയ്യുന്നത്, മഴ പെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് മൺസൂൺ ആണ്. ആ സമയത്താണ് നമുക്ക് കുടന്റെ ആവശ്യമുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു കുട വിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ ഒരു അംബ്രല്ല സെയിൽ ചെയ്യുന്ന ആൾക്ക് അവിടെ അയാൾക്ക് ലിക്വിഡിറ്റി ആയിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആയിട്ട് അവിടെ ആക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് റെയിനാണ്. കാരണം ആ റെയിന് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു റെയിന് ഉള്ളത് കൊണ്ടാണ് കൂടുതൽ കുട അല്ലെങ്കിൽ അംബ്രല്ല വിറ്റുപോയത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റെയിൻ ആണ്. ഓക്കെ. അതേപോലെ നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റിലാവട്ടെ, ഇവിടെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ഫ്യൂവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് ആര്? ലിക്വിഡിറ്റി. ഇത് ഐഡിയ നിങ്ങൾക്കൊരു മനസ്സിലായോ? വാട്ട് ഈസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ മനസ്സിലായോ? ഓക്കെ. ആക്ച്വലി സിമ്പിളായിട്ട് എന്താക്കി എടുക്കുക, നമ്മളെ മാർക്കറ്റിന്റെ ഫ്യൂവലാണ് മാർക്കറ്റിലെ മൂവ്മെന്റ്സ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സോണിൽ വന്നു, ആ സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായ ഒരു ലിക്വിഡിറ്റി ആ സോണിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇവിടുന്ന് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മുകളിൽ മാർക്കറ്റിനെ അവൈറ്റ് ആയിട്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ആ ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് പ്രധാനമായിട്ടും എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അടുത്തൊരു ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ
എന്താണ് ഇങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് ലിക്വിഡിറ്റി ആണ് ഉള്ളത്, ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ലിക്വിഡിറ്റിന്റെ പാർട്ടിൽ മനസ്സിലാക്കാൻ പോണത്. സോ ബേസിക്കലി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ആ ഒരു ഫ്യൂവലിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, എങ്ങനെ ഒരു മൺസൂൺ സീസണിൽ റെയിൻ എങ്ങനെയാണോ ഒരു കുട വിൽക്കുന്ന ആൾക്ക് ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതേപോലെയാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണ കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. Guys, ഇതില് നിങ്ങൾ ചാറ്റ് ബോക്സ് മാക്സിമം യൂസ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് അറിയാനുള്ള ഒരേ ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ഓക്കെ, 38 പീപ്പിൾസ് ഉണ്ട് ചാറ്റ് ബോക്സ് ഓൺ ആക്കുക. ആകെ ഒരു 5-6 മെസ്സേജ് വന്നിട്ടുള്ളൂ. നിങ്ങളെ പവർ കാണിക്കി. ഓക്കെ, ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് ലിക്വിഡിറ്റി ടൈപ്സ്, നമ്മൾ SMCയിൽ ഏതൊക്കെ ലിക്വിഡിറ്റി ടൈപ്സുകളാണ് നമ്മൾ നോക്കുന്നത്, ഏതൊക്കെ ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിൽ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി ഫസ്റ്റ് നമ്മൾ അറിയാൻ പോകുന്ന കാര്യമാണ് എന്ത്, അബൌട്ട് ഓർഡർ ബ്ലോക്സ്. ഓക്കെ, OB എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും, ഓർഡർ ബ്ലോക്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് നമ്മൾ ഇവിടെ നോക്കുന്ന മറ്റൊരു കാര്യമാണ് FVG. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ആൻഡ് തേർഡ് നമ്മൾ IDM അഥവാ ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഫോർത്ത് PD അഥവാ പ്രൈസ് ഡെലിവറി. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ലിക്വിഡിറ്റി ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SMCയിലുള്ള മെയിൻ ആയിട്ടുള്ള ലിക്വിഡിറ്റി ടൈപ്സ് ഇതൊക്കെയാണ്. ഓർഡർ ബോക്സ്, FVG എന്താണ്, IDM എന്താണ്, PD എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഹൈസ് ആൻഡ് ലോസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, കാര്യം ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു മാർക്കറ്റിൽ ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ സോണുകളൊക്കെ കണ്ടെത്തി അല്ലേ, ഒരു ഡിമാൻഡ് സോൺ കണ്ടെത്തി. ഓക്കെ, ഈ ഡിമാൻഡ് സോൺ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടേക്ക് മാർക്കറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടെ തിരിച്ചെത്തി ഇതൊരു ഡിമാൻഡ് സോൺ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതാണ്, അപ്പോൾ നമ്മുടെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഡിമാൻഡ് സോണിൽ നിന്ന് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ മാർക്കറ്റിന് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ പോകാനും ഇവിടെ എന്ത് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, ഈ മുകളിൽ എന്ത് ബാക്കി ഉണ്ടാവണം, ലിക്വിഡിറ്റി ഉണ്ടാവണം. ഓക്കെ, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഇല്ലാതെ മാർക്കറ്റ് ഇങ്ങോട്ട് താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ മൂവ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് ആ ഫ്യൂവൽ കിടക്കുന്നത്, എവിടെയൊക്കെയാണ് മാർക്കറ്റിൽ ആ മൂവ്മെന്റിനുള്ള ഫ്യൂവൽ കിടക്കുന്നതെന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന കാര്യമാണെന്ത്, അബൌട്ട് ഓർഡർ ബ്ലോക്സ്. ഓക്കെ, ഓർഡർ ബ്ലോക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം, FVG എന്താന്ന് പറയാം. ഓക്കെ, FVG നിങ്ങൾ കേട്ടിട്ടുണ്ടോ? FVG അറിയാവോ നിങ്ങൾക്ക്? അബൌട്ട് FVG അറിയുന്ന പേര് കുറെ പേർക്ക് അറിയാമല്ലോ, അറിയാവുന്ന അതാ. നിങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല? FVG എന്നൊന്നും എവിടെ എഴുതി കണ്ടിട്ടില്ല? ഉണ്ട് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ FVG എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽസ് ഒക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ക്യാൻഡിൽസ് ഒക്കെ പ്രത്യേക രീതിയിലാണ് മൂവ് ചെയ്യുക അല്ലെ. ലൈക്ക് പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഹൈസ് ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ക്യാൻഡിൽസ് തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്, റൈറ്റ്? ചിലപ്പം ചില ക്യാൻഡിൽസ് തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ക്യാൻഡിലിനകത്ത് തന്നെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ മൂവ്മെന്റ് നടക്കാറുള്ളത്. പക്ഷേ FVG എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 ക്യാൻഡിൽസ് വേണം. ഒരു FVG മാർക്കറ്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് പറഞ്ഞാൽ 3 ക്യാൻഡിൽസ് നമുക്ക് വേണം. ഓക്കെ, അപ്പം ഞാനിവിടെ 3 ക്യാൻഡിൽസ് ഒന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ. ഓക്കെ, ഇതിവിടെ ഓപ്പൺ, ഇതിവിടെ ക്ലോസ്.
ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ. ഓക്കെ, ഇത് ഇവിടെ ക്ലോസ് ചെയ്തു. ആൻഡ് തേർഡ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ വിക്കുകളും കൂടി ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇതിന് അപ്പർ വിക്ക്, ഇതിന്റെ ലോവർ വിക്ക്. ആൻഡ് വോയിസ് ഒന്നെല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് 3 ക്യാൻഡിൽസ് ഇവിടെ അവൈലബിൾ ആയി. ഓക്കെ, 3 ക്യാൻഡിൽസ് അവൈലബിൾ ആയി. ഇനി ഈ 3 ക്യാൻഡിൽസിൽ നമ്മൾ FVG എങ്ങനെ കൺസിഡർ ചെയ്യുന്നു വെച്ചാൽ, ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ അപ്പർ വിക്കും, ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ അപ്പർ വിക്കും ഈ തേർഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, തേർഡ് ക്യാൻഡിൽ ഇതിന്റെ ലോ പാർട്ടും, ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയും ഈ തേർഡ് ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ നിങ്ങൾക്ക്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഗ്യാപ്പ് കാണാം അല്ലേ? ഇവിടെ 3 ക്യാൻഡിൽസ് വേണം. ആ ക്യാൻഡിലുകളിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പോൾ ഈ ക്യാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെ. അതേപോലെ തേർഡ് ക്യാൻഡിലിന്റെ ലോ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു വിക്കിന്റെ ലോ അല്ലെ? ഇത് തമ്മിൽ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് വേറെ ഇന്റർസെക്ട് ചെയ്യുന്ന, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഈ ഒരു വിക്ക് ഇങ്ങോട്ടേക്കോ ഇതിന്റെ ഒരു ഏരിയയിലേക്കോ, അല്ലെങ്കിൽ ഈ ഒരു വിക്ക് ഇതിന്റെ ഏരിയയിലേക്ക് ഇങ്ങോട്ടേക്കോ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ, ഈ ഒരു ഏരിയ, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈന്റെയും തേർഡ് ക്യാൻഡിലിന്റെ ലോന്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിന് അപ്പർ വിക്ക് ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിന് അപ്പർ വിക്ക് ഇല്ല. ഓക്കെ, അതിന്റെ ഹൈ ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ വരക്കും? ഇത് നേരെ ഇവിടെ വെക്കും, കാരണം ഈ ക്യാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ക്യാൻഡിലിന് വിക്ക് ഇല്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മുതലായിരിക്കും ഡ്രോ ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് നേരെ ചാർട്ട് എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ഗ്യാപ്പ്, ഇവിടെ മാർക്കറ്റിൽ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് എന്തുണ്ട്? ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അപ്പം ഈ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, സെക്കൻഡ് ക്യാൻഡിൽ ഇത്, തേർഡ് ക്യാൻഡിൽ ഇത്. ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോയും തേർഡ് ക്യാൻഡിലിന്റെ ഹൈയും, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ്, ഇതൊരു ബിയറിഷ് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ FVG മൈനസ് എന്നാണ് വിളിക്കുക. ഓക്കെ, നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു ബുള്ളിഷ് കാൻഡിൽസിന്റെ ഇടയിൽ FVG ഫോം ചെയ്യുന്ന രൂപ. ഇവിടെ നോക്കിയേ, ബിയറിഷ് കാൻഡിൽസിന്റെ ഇടയിലാണ് FVG ഫോം ചെയ്തത് അല്ലെ? മാർക്കറ്റ് ഇവിടുന്ന് ബിയറിഷ് സ്ട്രക്ചറിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കും? ഫസ്റ്റ് ക്യാൻഡിൽ ഈ അപ്പർ ക്യാൻഡിൽ എടുക്കും അല്ലെ? ഈ ക്യാൻഡിലിന്റെ ലോയും ആൻഡ് ഈ തേർഡ് ക്യാൻഡിലിന്റെ ഹൈയും തമ്മിലുള്ള ഏരിയ. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ബിയറിഷ് FVG. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? FVG മൈനസ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ അടുത്തെടുക്കാം. ഇപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ട്, തേർഡ് ക്യാൻഡിൽ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു 3 ക്യാൻഡിലുകൾ തമ്മിൽ എന്ത് കാണാൻ പറ്റാം? ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ മാർക്ക് ചെയ്യണം? ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ഈ തേർഡ് ക്യാൻഡിലിന്റെ ലോ, ഇത് തമ്മിൽ ഇടയിലുള്ള ഈ ഒരു ഏരിയയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇനിയിപ്പം ഇവിടുത്തെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ഈ തേർഡ് ക്യാൻഡിലിന്റെ ലോ, ഇത് തമ്മിലുള്ള ഈ ഒരു ഏരിയയാണ് എന്ത്? ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു തേർഡ് ക്യാൻഡിൽ ഇതാണ്, സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പം ഈ ക്യാൻഡിലിന്റെ ലോയും ഈ ക്യാൻഡിലിന്റെ ഹൈയും എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രശ്നമല്ല. നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ ക്യാൻഡിലിന്റെ ലോയും ഈ ക്യാൻഡിലിന്റെ ഹൈയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ ഇവിടെ എടുക്കാം. ഇവിടെ ആക്ച്വലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? ഞാൻ മാർക്ക് ചെയ്യാം, എസ് ഓർ നോ പറയണേ. ഈ മൂന്ന് ക്യാൻഡിൽസ് തമ്മിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലേ? ഇല്ല. നോ, നോ. ആർക്കെങ്കിലും യെസ് ആൻസർ ഉണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ ആക്ച്വലി
എന്തില്ല, ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ അവൈലബിൾ അല്ല. കാരണം എന്താ, ഇതിന്റെ ഹൈയും ഇതിന്റെ ലോയും തമ്മിൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. ഓക്കെ. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലല്ലോ. സോ ഒബിയസ്ലി നമുക്കറിയാം ഫസ്റ്റ് കാൻഡിൽ തേർഡ് കാൻഡിൽ ഇവിടെ ഒന്നും ഗ്യാപ്പ് ഇല്ല, ഇവിടെ ഒന്നും ഗ്യാപ്പ് ഇല്ല. പിന്നെ ഗ്യാപ്പ് വരുന്നത് എവിടെയാ, ഈ കാൻഡിലിന്റെ ഹൈ അല്ലേ, ഈ കാൻഡിലിന്റെ ഹൈ ആൻഡ് ഈ കാൻഡിലിന്റെ ലോ, ഇത് തമ്മിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ബിയറിഷ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ, ഇല്ല. പക്ഷെ ഇവിടെ ഗ്യാപ്പ് ഇല്ലേ, ഇത് ഒരു ഫസ്റ്റ് കാൻഡിൽ, ഇത് സെക്കൻഡ് കാൻഡിൽ, തേർഡ് കാൻഡിൽ തമ്മിൽ ഇവിടെ എന്തുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. റൈറ്റ്. ഇനി നമുക്ക് ബിയറിഷ് എക്സാമ്പിൾ തന്നെ, നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഇല്ല. ഓക്കെ. ഇനി ഇവിടെ ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടോ, ഇവിടെ ഗ്യാപ്പ് സംഭവിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ട്, ഇവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ട്. ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ കണ്ട ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് വേറെ വേറെ എവിടെയൊക്കെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത്, ഇവിടെ ഒന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലേ, ഈ ഒരു ഏരിയ ഫസ്റ്റ് 1 2 3 ഏരിയ ഇവിടെയൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, ഇല്ല. ഓക്കെ. അപ്പൊ സിംപ്ലി ഇങ്ങനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ആണ്. ഫസ്റ്റ് കാൻഡിലിന്റെ ഹൈ ആൻഡ് തേർഡ് കാൻഡിലിന്റെ ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് കാൻഡിലിന്റെ ലോ ആൻഡ് തേർഡ് കാൻഡിലിന്റെ ഹൈ, ഇങ്ങനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഒരു ബിയറിഷ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ FEG മൈനസ് എന്ന് വിളിക്കും. ഓക്കെ. അതേസമയം ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ FEG പ്ലസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിളിക്കാം. ഓക്കെ. ഇനി നമ്മൾ എന്തിനാ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകത, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതെങ്ങനെ എടുക്കണം, എങ്ങനെ നമ്മളത് മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ലൈക്ക് അത് നമുക്ക് തരുന്ന ഒരു, ലൈക്ക് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളതിനർത്ഥം, ഓക്കെ, ഇപ്പം അവിടെ ആക്ച്വലി ഇപ്പം നിങ്ങൾ ഏത് ലിക്വിഡിറ്റി ആണെങ്കിലും, ഇപ്പം നിങ്ങൾ ഓർഡർ ബ്ലോക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഹൈസ് ആൻഡ് ലോസ് ആവട്ടെ, ഏത് ലിക്വിഡിറ്റി ആണെങ്കിലും ആ ലിക്വിഡിറ്റി അവിടെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് SMCയിൽ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനൊരു BOS ഇവിടെ സംഭവിച്ചു. ഓക്കെ, ഇങ്ങനൊരു BOS സംഭവിച്ചു. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഇങ്ങനൊരു ബ്രേക്കോ സ്ട്രക്ചർ നല്ല രീതിയിൽ നല്ല ഇമ്പൾസീവ് ആയിട്ട് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നല്ല രീതിയിൽ ആര് വന്നിട്ടുണ്ടാവണം, ആര് വന്നാലാണ് ഇത്തരത്തിലുള്ള ഇമ്പൾസീവ് മൂവ്മെന്റ്സ് നമുക്ക് കിട്ടുക, ബയേഴ്സ് തന്നെയാണ്. അതിൽ ആരാണ്, ആരാണ് ആ ബൈയിങ് നടത്തുന്നത്, ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ് അല്ലെ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻവെസ്റ്റേഴ്സ് അല്ലെ, ബാങ്കുകൾ, അവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ബൈയിങ് ഈ ഒരു രീതിയിൽ മാർക്കറ്റിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. റൈറ്റ്. അപ്പോ ഇവര് ഇവിടെ ഇപ്പൊ സപ്പോസ് അവരിപ്പോ ഒരു 1000 ബില്യൺ ഓർഡറുകളായിട്ടാണ് വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓർഡറുകളാണ് അവരിവിടെ പ്ലേസ് ചെയ്യാൻ വിചാരിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ. പക്ഷെ നോക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെല്ലേഴ്സിനെ അവർക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള സെല്ലേഴ്സ് വേണ്ടേ, അല്ലെ, അത് തരാനുള്ള ഒരു സെല്ലേഴ്സ് അവിടെ ഉണ്ടാവണ്ടേ. പക്ഷെ അത്തരത്തിലുള്ള സെല്ലേഴ്സിനെ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ 1000 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു 500ഓ അല്ലെങ്കിൽ ഒരു 600ഓ, ഓക്കെ, അല്ലെങ്കിൽ ഒരു 400ഓ, അങ്ങനെ കുറച്ച് എമൗണ്ട് മാത്രം അവരെന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓർഡേഴ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ബ്രേക്ക് നടത്തും. ഓക്കെ. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ നല്ല രീതിയിലൊരു മൂവ്മെന്റ് കാണുമ്പോൾ ഒബ്വിയസ്ലി ഇവിടൊക്കെ ബൈയിങ് നടക്കും അല്ലെ, മാർക്കറ്റിൽ ഇവിടൊക്കെ ബൈയിങ് നടക്കും, കുറെ ആൾക്കാർ ബൈ കയറിയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ അവർ സെർട്ടൈൻ ഏരിയ എത്തുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റിനെ ഇവർ ഇവിടുന്ന് വാങ്ങിച്ച ഈ ഒരു ഓർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, സെല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പം ഇവർ ആദ്യം ഇവിടുന്ന് ബൈ ചെയ്തു, മാർക്കറ്റിൽ വലിയൊരു ഓർഡർ ആയിട്ടാണ് അവർ വന്നത്, പക്ഷെ അതിന്
ഈക്വൽ ആയിട്ടുള്ള അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെല്ലേഴ്സിന് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ കുറച്ച് ഓർഡേഴ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി. പിന്നെ അവർ സെർട്ടൈൻ ഏരിയ എത്തുമ്പോൾ അവരെന്ത് ചെയ്തു, ആ ഒരു പോയിന്റ്സ് ഒക്കെ അവർ സെല് ചെയ്തു. ഓക്കെ, സെല് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, മാർക്കറ്റ് താഴേക്ക് വരും അല്ലേ? അപ്പോൾ ഈ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റോപ്പുകൾ ഇവിടെയൊക്കെ ടാർഗറ്റ് ചെയ്ത് പോരും. അതായത് അതിനർത്ഥം ഇവർക്ക് ബാക്കി ഇവിടെ പെൻഡിങ് ഉള്ള ബാക്കി ഇവിടെ പെൻഡിങ് ഉള്ള ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സെല്ലേഴ്സിന് അവർക്ക് ഇവിടെ അവൈലബിൾ ആവും. ഓക്കെ, ഇതൊരു ഈ ഒരു SMC എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഒരു എന്താ പറയാ, ഒരു ആകത്തുകയാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യം അത്ര അങ്ങോട്ട് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ലൈക്ക് ഇത് അതിന്റെ ഒരു പിറകുവശം, ബാക്ക് എൻഡ് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പം അവർക്ക് ആ പെൻഡിങ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സെല്ലേഴ്സിന് അവൈലബിൾ ആവും. പിന്നെ അവർക്ക് ആ ബാക്കിയുള്ള ഓർഡേഴ്സ് സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് SMC ഒക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ ഒരു ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു FEG ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ഈ ഒരു FEGയിൽ എത്തുമ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അവിടെ പെൻഡിങ് ഓർഡറുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, മാർക്കറ്റിൽ പെൻഡിങ് ഓർഡറുകൾ ആ ഒരു FEGയിൽ ഉള്ളത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഹ്യൂജ് ആയിട്ടുള്ള FEG ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, ഹ്യൂജ് ആയിട്ടുള്ള FEG ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഇപ്പം ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബൈയിങ് ഇവിടെ ആക്ച്വലി നടന്നിട്ടുണ്ട്. ഓക്കെ, ആ ബൈയിങ് നടക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു രീതിയിലുള്ള ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി തിരിച്ച് മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പിലേക്ക് വരുമ്പം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് റിയാക്ഷൻ തരുന്നു. അതിനർത്ഥം ഇവിടെ നേരത്തെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് അല്ലേ, എക്സിക്യൂട്ട് ചെയ്യാത്ത പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. ആ പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്, വീണ്ടും അതിന്റെ ജേണി കണ്ടിന്യൂ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതാണ് FEGന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് FEG ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കുക. ആൻഡ് നെക്സ്റ്റ് തിങ്, നമുക്ക് എല്ലാ FEGയും മാർക്ക് ചെയ്യണോ, അതോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുള്ളിഷ് FEG ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിയറിഷ് FEG ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ FEGയും മാർക്കറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്ത് പോകണോ, അല്ല ഇനിയിപ്പോൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള FEGs മാത്രം മാർക്കറ്റിൽ മാർക്ക് ചെയ്താൽ മതിയോ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? അതായത് നമ്മളിവിടെ വേറെ എല്ലാ FEGയും മാർക്ക് ചെയ്യണം. ഓക്കെ, വേറെ വേറെ ആൻസേഴ്സ് ഉണ്ടോ? മോസ്റ്റ് പ്രോബബിൾ FEG കണ്ടുപിടിക്കണം. നമ്മൾ സോണുകൾ പറഞ്ഞ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അല്ലേ? അതേ കാര്യം തന്നെ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ഒരു ബുള്ളിഷ് FEG ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ടിലുള്ള FEG ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ബിയറിഷ് FEG ആണെന്നുണ്ടെങ്കിൽ ഒരു ബിയറിഷ് FEG ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയത്തിലുള്ള FEG ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ക്ലിയർ? ഇവിടെയും നമ്മൾ സെയിം റൂള് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി FEG നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എനിബഡി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. FEG FEGയിൽ ഇനി ഡൗട്ട് ഉണ്ടോ? വൺസ് മോർ. ഓക്കെ, ഓക്കെ, സോ ഒരിക്കൽ കൂടി പറയാം. FEG എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതൊരു 3 ക്യാൻഡിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിലിൽ ഇപ്പം ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ആൻഡ് തേർഡ് ക്യാൻഡിലിന്റെ ഹൈ തമ്മിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
FEG എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ബിയറിഷ് സൈഡിലേക്കാണ് FEG ഫോം ചെയ്തത് അല്ലെ, തേർഡ് കാൻഡിൽ താഴേക്കാണ് ഫോം ചെയ്തത്. സോ ഇതാണ് ഒരു ബിയറിഷ് FEG. ഓക്കെ, FEG മൈനസ് എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ FEGയിൽ വന്നിട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അതൊരു പ്രീമിയത്തിലുള്ള FEG ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സപ്പോസ് ഇതാണ് നമുക്ക് കിട്ടിയ ബ്രേക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഉണ്ട് അല്ലെ. അപ്പൊ ആ പ്രീമിയത്തിലാണ് ഈ ഒരു FEG കിടക്കുന്നത്. അപ്പൊ ഈ ഒരു FEG ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു FEG ആണ്. ഓക്കെ, അതേസമയം നമുക്ക് ഇവിടെ താഴെ ഒരു FEG ഉണ്ട്, റൈറ്റ്, ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഈ ഒരു FEG നമ്മൾ കൺസിഡർ ചെയ്യൂല. കാരണം എന്താ? ഡിസ്കൗണ്ടിലാണ്. അതെ, ഈ ഒരു FEG ഫോം ചെയ്തത് ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ നമ്മൾ പ്രീമിയത്തിലുള്ള ബിയറിഷ് FEG ആണ് പരിഗണിക്കുക, ആൻഡ് ഡിസ്കൗണ്ടിലുള്ള ബുള്ളിഷ് FEG ആണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് FEG ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഹെവി ബൈയിങ് അല്ലെങ്കിൽ ഹെവി സെല്ലിങ് നടക്കുന്ന സമയത്താണ് FEGs ഫോം ചെയ്യുക. ഓക്കെ, ഈ FEG നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്. ഈ FEG ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ഇതാണ് മാർക്ക് ചെയ്തത്, ഒരു ബിയറിഷ് FEG ആണ്. മാർക്കറ്റ് ബിയറിഷ് സ്ട്രക്ചറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്തത്, ടാപ്പ് ചെയ്ത് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു FEG മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു സെൻട്രൽ ലൈനും കൂടി നിങ്ങളുടെ ആ ഒരു മാർക്കിങ്ങിൽ വരുത്തുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സിംപിളി ഒരു ഒരു റെക്റ്റാങ്കിൾ ടൂൾ വെച്ച് വരക്കുന്ന സമയത്ത് അതിന്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക, അതിന്റെ സെറ്റിങ്സിൽ പോവുക, അതിൽ സ്റ്റൈലിൽ മിഡിൽ ലൈൻ എന്നുണ്ടാവും, അതൊന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഈ മിഡിൽ ലൈൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഓർഡേഴ്സ് കൂടുതലും നമുക്ക് ഒരു ഓർഡറുകൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി ഈ ഒരു FEGയിൽ തന്നെ കൂടുതൽ സെല്ലിംഗ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു 50% ഏരിയ ആണ്. ഓക്കെ, ഓർഡർ ബ്ലോക്കിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ FEGനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പം അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം നമുക്ക് വരും അല്ലേ. സപ്പോസ് നമ്മളിപ്പം ഇങ്ങനെ ഒരു FEG മാർക്ക് ചെയ്തു, അപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്താം. ഓക്കെ, അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്ത് മൂവ് വരുമ്പോൾ നമ്മൾ എടുക്കണോ അതോ ഇനി ഇവിടെ ടാപ്പ് ചെയ്തിട്ട് എടുക്കണോ എന്നായിരിക്കും ചിലപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കുക. ഓക്കെ, ഇവിടെ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിലും ആ മൂവ്മെന്റ് ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ് അനുസൃതമായിട്ടുള്ള ബ്രോ വോയിസ് ഒന്ന് കിട്ടണേ. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിലും ഇവിടെ നമുക്ക് കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് അവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഇനി ആ ഒരു എൻട്രി സെറ്റപ്പ് ഒക്കെ പറയുന്ന സമയത്ത് അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് FEG എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം ക്ലിയർ ആയോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം, നേരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തതിലുള്ള ഫസ്റ്റ് ആളാണ് എന്ത്, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്കിന് സാറേ ഒരു വേണ്ടിയിട്ടുള്ള ഡൗട്ട് സാറേ. ആ ഈ FPG നമ്മളിപ്പോ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണോ? അതെ, അതായത് നമ്മളിപ്പോൾ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം എപ്പോഴാണ് കൺസിഡർ ചെയ്യുക, നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം മാത്രമല്ലേ. അതെ അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഡിസ്കൗണ്ടിലുള്ള ബുള്ളിഷ് FEG അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിലുള്ള ബിയറിഷ് FEG, റൈറ്റ്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഡിസ്കൗണ്ടും പ്രീമിയം തന്നെ നോക്കുള്ളൂ, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ഒബ്വിയസ്ലി ഈ ഒരു FEG നോക്കുന്നത് എപ്പോഴാ, ഈ ഒരു ഈ ഒരു ബ്രേക്ക് കിട്ടുന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ MSS കിട്ടിയതിന് ശേഷമായിരിക്കും. ഓക്കെ, ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഈ FEG കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് തരുന്ന ലെഗ് ഇല്ലേ, ബ്രേക്ക് തരുന്ന ലെഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ബ്രേക്ക് കിട്ടുന്നത് ഇവിടെ ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ ഇല്ലേ, മാർക്കറ്റിൽ ആ ഒരു ലെഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ, ഈ ഒരു ലെഗിലാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്, ഈ ഒരു ബ്രേക്ക് കിട്ടുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ലെഗിലായിരിക്കണം നിങ്ങൾ എന്ത് ഫൈൻഡ് ചെയ്യേണ്ടത്, FEG ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പം കുറെ പേര് അതിൽ മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ, ഇപ്പൊ ഇതൊരു, ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി. ഓക്കെ, ഇത് സിങ് ഹൈ, ഇത് സിങ് ലോ. ഓക്കെ, അപ്പം ചിലപ്പം എന്ത് ചെയ്യും നിങ്ങൾ, ഇവിടെയുള്ള FEGs ഒക്കെ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിമാൻഡ് സോണുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള സപ്ലൈ സോണുകളൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് കിട്ടുന്ന ഈ ഒരു ലെഗിലുള്ള FEGs, ഈ ലെഗിലുള്ള ഡിമാൻഡ് സോണുകൾ, ഈ ലെഗിലുള്ള ഡിസ്കൗണ്ട് സപ്ലൈ സോണുകളൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്കുകളാണ്. ഓക്കെ, ഓർഡർ ബ്ലോക്സ്. ഓർഡർ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ FEG എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അതേപോലെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓർഡർ ബ്ലോക്ക്. അപ്പം ഞാനതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ തരാം. ലൈക്ക് ഇപ്പം നമുക്ക് ഇവിടെ ഒരു അപ് ട്രെൻഡ് അല്ലേ, ഒരു ലോ ഉണ്ട്, ഒരു ഹൈ ഉണ്ട്, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, അതെ, ബ്രേക്ക് സ്ട്രെച്ചർ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ, മാർക്കറ്റിൽ ബ്രേക്ക് സ്ട്രെച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ അവിടെ ഓക്കെ ആയി, മാർക്കറ്റിൽ എന്ത് വന്നു, BOS വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, MSSും മാർക്കറ്റിൽ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ, എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ എന്തുണ്ടെങ്കിലാ ഈ ഒരു ഡിമാൻഡ് സോൺ ആക്കി നമ്മൾ എടുക്കുക, ഡിസ്കൗണ്ട് തന്നെയാണ്. വേറൊരു കാര്യം, കൺസോൾട്ടേഷൻ അഥവാ ബേസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിമാൻഡ് സോൺ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈറ്റ്? പക്ഷേ ഇപ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ ബേസ് ക്രിയേറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ബേസ് ക്രിയേറ്റ് ചെയ്യാതെയും പോവാം. മാർക്കറ്റ് ചിലപ്പോൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡയറക്റ്റ്ലി ഒരു 2 ക്യാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം, മാർക്കറ്റ് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അഥവാ നമ്മുടെ ഡിമാൻഡ് സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മളൊരു ഡിമാൻഡ് സോൺ കാണുന്ന സമയത്ത് ഭയങ്കര വലിയ ഡിമാൻഡ് സോൺ ആയിരിക്കും അല്ലേ, നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ നല്ല ഏരിയ ഉള്ള ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം അവിടെ നമ്മൾ എവിടെ ട്രേഡ് എടുക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനുള്ള ആൻസർ ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ എന്ത്, ഓർഡർ ബ്ലോക്കുകൾ. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിനകത്തായിട്ട്, ഈ ഒരു ഡിമാൻഡ് സോൺ അവിടെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ അതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പം ഓരോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് സോൺ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാത്രമേ നമ്മൾ എന്ത് നോക്കുള്ളൂ, ഒരു ഓർഡർ ബ്ലോക്കിനെ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിലുള്ള കേസാണ്. ഓക്കെ, ഇൻ കേസ് ഡിമാൻഡ് സോൺ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിമാൻഡ് സോൺ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പൾസീവ് മൊമെന്റം ഉണ്ടായിട്ടുണ്ടാവണം. എന്താണ് ഇമ്പൾസീവ് മൊമെന്റം, അറിയോ നിങ്ങൾക്ക്? ഞാൻ കുറച്ച് വേർഡുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇംഗ്ലീഷിലാക്കി പറയുന്നതെന്നുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇമ്പൾസീവ് മൊമെന്റം, ഈ ഒരു വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലൈക്ക് സഡൻ ഹൈ. യെസ്, അതായത് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ നേരെ ചാർട്ടിലേക്ക് വരാം. ഓക്കെ, ചാർട്ടിലേക്ക് വരാം. Okay. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ താഴത്തേക്ക് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ മെറ്റായി അല്ലേ, മാർക്കറ്റ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു MSS തന്നിട്ടുണ്ട് അല്ലേ, MSS തന്നിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കി എടുത്ത് ആൻഡ് ഇത് MSS ആക്കി എടുത്ത് ഞാൻ ഇവിടെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. സപ്പോസ് ഇത് ചിലപ്പം എന്തെന്നെ ആയിരിക്കും, പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ ആയിരിക്കും. വാട്ട് എവർ, ഞാനൊരു എക്സാമ്പിളിന് പറയാണ്. ഇവിടെ നമുക്കൊരു MSS അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഓക്കെ, ഈ തന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ഇമ്പൾസീവ് മൊമെന്റം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാനുള്ള റീസൺ? കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ബിഗ് ആയിട്ടുള്ള നല്ല ഇവിടുന്ന് നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആണ് താഴത്തേക്ക് നടന്നിട്ടുള്ളത്. റൈറ്റ്, ഇവിടുന്ന് നല്ല രീതിയിൽ ഇമ്പൾസീവ് ആയിട്ട് ഭയങ്കര ശക്തിയിൽ ലൈക്ക് നല്ല സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് താഴത്തേക്ക് തന്നെ. സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പിന്നെ എങ്ങനെ മൂവ് ചെയ്യാം? ഇങ്ങനെ പതുക്കെ കുറച്ച് കുറച്ച് കാൻഡിൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാ ഇവിടൊക്കെ ഉള്ളത് പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ സഡനായി മൂവ് ചെയ്തു, വീണ്ടും പതുക്കെ പതുക്കെ മൂവ് ചെയ്തു, ഒന്ന് അപ്പായി അല്ലേ? പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? സഡൻ ആയിട്ട് മൂവ് ചെയ്തു. കണ്ടോ? ഇപ്പൊ ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഒന്ന് പതുക്കെ പതുക്കെയാണ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ആൻഡ് ഇവിടുന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് മൂവ് ചെയ്തു. ഈ ഒരു മൂവ്മെന്റിനെ, ഈ ഒരു സ്പീഡി ആയിട്ടുള്ള, ഈ ഒരു സഡൻ ആയിട്ടുള്ള ഫാസ്റ്റ് മൂവ്മെന്റിനെയാണ് നമ്മൾ സിംപിളി എന്ത് വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? എല്ലാരും കഥ കേട്ടിരിക്കുകയാണോ? ഹലോ ഗൈസ്. ഇമ്പൾസീവ് മൂവ്. ഇമ്പൾസീവ് മൊമെന്റം. ഓക്കെ, അല്ല നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. ഉണ്ട്, ഉണ്ട്, അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസീവ് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എയ്തർ നമുക്ക് അവിടെ എന്തുണ്ടാവണം, ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, ഒരു ഇമ്പൾസീവ് മൊമെന്റം അവിടെ ഉണ്ടാവണം. ഓക്കെ, ഡിമാൻഡ് സോൺ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ട്, അതേസമയം എന്തും ഉണ്ട്, ഇമ്പൾസീവ് മൊമെന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് പറയാൻ കാര്യം? ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്തുണ്ട്, ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. റൈറ്റ്, അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഡിമാൻഡ് സോൺ ഉണ്ടായിട്ട് ഇവിടെ ആക്ച്വലി എന്തുകൊണ്ട് ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡിമാൻഡ് സോണിൽ നിന്ന് എൻട്രി എടുക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഇത്രയും ഏരിയ ഉണ്ട് അല്ലെ? ഇത്രയും ഏരിയ ഈ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സോറി, സപ്ലൈ സോൺ, സോറി കേട്ടോ. ഓക്കെ, സപ്ലൈ സോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓക്കെ, സോറി, മിസ്റ്റേക്ക്. ഇതൊരു സപ്ലൈ സോൺ ഇവിടെ അവൈലബിൾ ആണ്. ഓൾസോ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഇമ്പൾസീവ് മൊമെന്റും ഉണ്ട്. അപ്പോൾ ഈ സപ്ലൈയിൽ ഞാൻ എവിടെ എൻട്രി എടുക്കണം, അത് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എൻട്രി വരുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യമാണ്, അതായത് കാൻഡിൽ ബിഫോർ ഇതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മൊമെന്റം ഇല്ലാത്ത കാൻഡിൽ. ഓക്കെ, ഇപ്പൊ മൊമെന്റം ഇല്ലാത്ത കാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ കാൻഡിൽസ് ആക്ച്വലി ഈ ഒരു കൺസോൾട്ടേഷൻ അല്ല. അതിന് ശേഷം എവിടുന്ന ഇമ്പൾസീവ് മൊമെന്റം വന്നത്? ഇവിടുന്നാണ് ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റം വന്നത്. ഓക്കെ, ഇവിടുന്നാണ് ഒരു ഇമ്പൾസീവ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? പിന്നെ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് മൂവ് ചെയ്തു. അപ്പം ഇവിടെ ഈ ഇമ്പൾസീവ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള, ഈ ഒരു ഇമ്പൾസീവ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇമ്പൾസീവ് അല്ലാത്ത കാൻഡിൽ, ഇപ്പൊ ഇവിടെ ഇമ്പൾസീവ് അല്ലാത്ത കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇമ്പൾസീവ് അല്ലാത്ത കാൻഡിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു കാൻഡിൽ, ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സപ്ലൈ സോണിനകത്താണ്, ഇതൊരു ഇമ്പൾസീവ് മൊമെന്റും കൂടിയാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ, ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ മാത്രമായിട്ടല്ല, ഇതിന് മുകളിലേക്ക് ഹൈ ഉണ്ടെങ്കിൽ ആ ഹൈയും കൂടി കൂട്ടി മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഹലോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബ്രോ ലാസ്റ്റ് ചോദിക്കാം ബ്രോ. ഓക്കെ അല്ല നല്ലേ? ഓക്കെ, ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾ കാണിക്കാം എന്നിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ബ്രേക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് കിട്ടുമ്പം നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉള്ളത് എവിടെയാ? നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്.
കാരണം ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റം വരുന്നത് ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് മൊമെന്റം വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് പിന്നെ ബ്രേക്ക് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ഈ ഇമ്പൾസീവ് മൊമെന്റം, ആ ഒരു മൊമെന്റം തുടങ്ങുന്നതിന് മുമ്പ് മൊമെന്റം ഇല്ലാത്ത ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് ഒന്നും കൂടി പവർഫുൾ ആണ് എപ്പോ. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഒരു എഫ് ഇ ജിയും കൂടി ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വിത്ത് എഫ് ഇ ജി, ഓക്കെ, നമുക്കിവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്, ഓർഡർ ബ്ലോക്കും ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ഓർഡർ ബ്ലോക്കുകൾ ഒന്നും കൂടി എന്താണ്, പവർഫുൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ്, കുറച്ച് ബാക്കിലേക്കുള്ള എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ലൈക്ക് നമ്മളൊരു ഏപ്രിൽ എടുക്കാം. ഓക്കെ, ഞാനിപ്പോ സപ്പോസ് ഇവിടുന്ന് മാർക്ക് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ നമുക്ക് ലൈക്ക് ഇവിടെ നമുക്കൊരു എം എസ് എസ് കിട്ടി. ഓക്കെ, ആൻഡ് മാർക്കറ്റിൽ നമുക്ക് ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഒരു ഇമ്പൾസീവ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത ഏരിയ നോക്കണം. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ ഇവിടുന്നാണ് ഇമ്പൾസീവ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് ഇമ്പൾസീവ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ. ഓക്കെ, മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ക്യാൻഡിലാ, ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ ഏത് ക്യാൻഡിൽ, ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാ. ഓക്കെ, നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിയറിഷ് ക്യാൻഡിലും കൂടി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാന്, ഒ ബി കൺസിഡർ ചെയ്യാന്. ഓക്കെ, ഇതാണ് നമ്മുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഇനി അഗെയിൻ നമുക്ക് അടുത്തൊരു ബ്രേക്ക് തന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് കിട്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ബ്രേക്ക് തരുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെയാണ് ബ്രേക്ക് തരുന്നത്. ഈ ബ്രേക്ക് തരുന്ന സമയത്ത് ഇമ്പൾസീവ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതല നല്ല രീതിയിലുള്ള ബൈയിങ് നടന്നത് അല്ലെ. ഈ കാൻഡിൽസ് കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പൊ നമുക്ക് അവിടെ മൊമെന്റ് ഇല്ലാത്ത കാൻഡിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ബ്രേക്ക് തരുന്ന സമയത്ത് ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ടോ? ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ നമുക്കൊരു ഇമ്പൾസീവ് മൊമെന്റം കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് മാർക്കറ്റിൽ പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് ആ ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യണ്ട. പിന്നെ ഓൾസോ നമുക്ക് ഇവിടെ ബ്രേക്ക് തരുമ്പം ഇവിടെയാണ് ലോ, ഇവിടെയാണ് ഹൈ അല്ലെ. അപ്പൊ നമുക്ക് എന്തില്ല, ഒരു ഡിമാൻഡ് സോണും ഇല്ല. റൈറ്റ്, ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാ, ഇവിടെയാണ് ബ്രേക്ക് കിട്ടുന്നത്. ഓക്കെ, പുതിയ ബ്രേക്ക് അവിടെ കിട്ടി. പുതിയ ബ്രേക്ക് അവിടെ കിട്ടിയാൽ നമുക്ക് ആ ബ്രേക്ക് കിട്ടുന്ന സമയത്തുള്ള എന്ത് കൺസിഡർ ചെയ്യാം, മൊമെന്റ് ഉള്ള ക്യാൻഡിൽ ഏതാ, ഈ ഒരു ക്യാൻഡിലാണ് മൊമെന്റ് ഉള്ളത് അല്ലെ. ബ്രേക്ക് കിട്ടുന്ന സമയത്ത് മൊമെന്റ് ഉള്ള ക്യാൻഡിൽ ഇതാണ്. അവിടെ നമുക്ക് മൊമെന്റ് ഇല്ലാത്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയ. നോക്കിയേ, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ചെന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണത്, അവിടുന്ന് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തൊരു ബ്രേക്ക് കാണിക്കാം. ഓക്കെ, അടുത്ത ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് റീട്രേസ്മെന്റ് വരുന്നത്. പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒന്നും ഇമ്പൾസീവ് മൊമെന്റ് അല്ല. ഓക്കെ, പിന്നെ ഇവിടെയാണ് മാർക്കറ്റിൽ ഒരു ഇമ്പൾസീവ് മൊമെന്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അവിടെ ഒരു 2 കാൻഡിൽസ് എടുക്കാം. മൊമെന്റ് ഇല്ലാത്ത ക്യാൻഡിൽ ആക്ച്വലി ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ മാത്രമാണ്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇത്രയും ഏരിയ, ഈ ഒരു ലോ പാർട്ടും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒ ബി ഡ്രോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ വർഷത്തെ നോക്കാം. അത് കാരണം നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്റ്റോപ്പ് ലോസ് ഫൈൻഡ് ചെയ്യുന്ന കാര്യം വെച്ചിട്ടാണ് ബ്രോ. ഓക്കെ, ഞാൻ പറയാം. ലൈക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൊമെന്റ്, ഇവിടുന്ന് മാർക്കറ്റ് ബീറിഷ് ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു എം എസ് എസ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്.
ഓക്കെ, MSS മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു MSS കിട്ടുമ്പം ഓക്കെ, നമുക്കിവിടെ ഇത്ര ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് MSS കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്വിംഗ് ലോ, ഇതാണ് സ്വിംഗ് ഹൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുക? നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ നമുക്കൊരു മൊമെന്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഓൾസോ നമുക്ക് ഇവിടെ ഒരു മൊമെന്റം ഉണ്ട് അല്ലെ, ഇവിടെ ഒരു മൊമെന്റം സംഭവിച്ചിട്ടുണ്ട്. ആ മൊമെന്റത്തിന് തൊട്ട് മുമ്പ് മൊമെന്റം ഇല്ലാത്തൊരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിൽസ്, ഈ രണ്ട് ക്യാൻഡിൽ നമുക്ക് എന്താക്കി എടുക്കാം, ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം. എപ്പോഴും സിംഗിൾ ക്യാൻഡിൽ തന്നെ വേണം എന്നില്ല, രണ്ട് ക്യാൻഡിലും എടുക്കാം. ഓക്കെ, മൊമെന്റ് ഇല്ലാത്ത ഒരു ഏരിയ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ് ആൻഡ് ഇത് മറ്റൊരു ഓർഡർ ബ്ലോക്ക് ആണ്. നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കുന്നില്ല, എന്തുകൊണ്ടാ? പ്രീമിയത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമായിരിക്കും അവിടെ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത്രയും ഏരിയ കൺസിഡർ ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം, ഇത് ഒരു സിംഗ് ലോ ആണ് അല്ലെ. അപ്പൊ നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം നമ്മുടെ സ്ട്രക്ചറാണ്, നമ്മൾ ആദ്യം പഠിച്ച സാധനം. അതായത് ഒരു ബുള്ളി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെ പോകണമെന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയും വരാം. ഇങ്ങനെ വന്നൂടെ, മാർക്കറ്റ് ഒന്ന് താഴെ പോകുന്നതായിട്ട് തോന്നിയിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് പോയൂടെ. ഓക്കെ, ഒരു ബിയറിഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പക്കാ ഇങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്ക് രീതിയിലല്ല പോവുക. ചിലപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് വന്നിട്ടായിരിക്കും പിന്നെ മൂവ്മെന്റ് നടത്തുക. ഓക്കെ, ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് വിളിക്കുക. അത് നമ്മൾ ഹൈസ് ആൻഡ് ലോസ് ഒക്കെ പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, ഹൈസ് ആൻഡ് ലോസ് പറയുന്ന സമയത്ത്, ലിക്വിഡിറ്റിയിൽ വരുന്ന ഹൈസ് ആൻഡ് ലോസ് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിനെ പറ്റി പറയും. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ഏരിയയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എപ്പോഴും, ഇപ്പം നമ്മൾ സപ്പോസ് ഇവിടുന്ന് ബൈ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ബൈ എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക. കുറച്ച് പിപ്പ് താഴേക്ക് ഇറക്കി വെച്ചും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസിൽ പെടണ്ട, ആ സ്റ്റോപ്പ് ലോസിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണ്ട, നമ്മൾ വിചാരിച്ച മൂവ്മെന്റിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഏരിയ മാത്രമാണ് ഓർഡർ ബ്ലോക്ക്. പക്ഷേ ആ സ്റ്റോപ്പ് ലോസും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന്റെ പോസിബിലിറ്റിയും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ഏരിയ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓ സോറി. ഓക്കെ, ഈ മാർക്കറ്റിൽ ഒരു ഇത് വന്നു, ലൈക്ക് ഇപ്പൊ നമ്മുടെ ആ ഒരു ഡിമാൻഡ്സ്, സോറി, ആ ഒരു ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്ത് വരെ എത്തി ആൻഡ് അഗെയിൻ നമുക്കിവിടെ പുതിയ ബ്രേക്ക് കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബ്രേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം, അല്ലെങ്കിൽ ബ്രേക്കുന്ന സമയത്ത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം ഇല്ല. ഓൾസോ നമ്മൾ ഡിസ്കൗണ്ടും പ്രീമിയം നോക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഇമ്പൾസീവ് മൊമെന്റ് അവിടെ കാണാൻ സാധിക്കുന്നതല്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ ഉണ്ടാക്കിയ ഓർഡർ ബ്ലോക്ക് ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ, പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒന്ന് റീട്രേസ്മെന്റ് തരണം അല്ലേ. മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സിംഗ് ഹൈ ടു സിംഗ് ലോ ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഇമ്പൾസീവ് മൊമെന്റ് ഇവിടെ കാണാൻ പറ്റും. വീണ്ടും മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ ആ ഇമ്പൾസീവ് മൊമെന്റം തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പൾസീവ് അല്ലാത്ത ക്യാൻഡിൽ, ഓക്കെ, ഇമ്പൾസീവ് മൊമെന്റം തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പൾസീവ് അല്ലാത്ത ആ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, താഴേക്ക് ഇങ്ങോട്ടാക്കി വരക്കും. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, അതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുതിയ ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയ ബ്രേക്ക് ഇവിടെ അവൈലബിൾ ആയി. ഓക്കെ,
പുതിയ ബ്രേക്ക് അവൈലബിൾ ആയി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇപ്പൊ ഇവിടെ ഒന്നും നമുക്കൊരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാണ്ട് കൺസിഡർ ചെയ്യാനില്ല. ഓക്കെ. ഇനി അഗൈൻ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പുതിയൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ നമുക്കവിടെ ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കവിടെ ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ട്, അവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്. ആ എഫ് ഇ ജിയിലേക്ക്, ഓക്കെ, അവിടെ അതിനു മുമ്പ് ഇമ്പൾസീവ് അല്ലാത്ത ഒരു ക്യാൻഡിൽ, അതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയ. ഓക്കെ. ഇനി അഗൈൻ നമുക്ക് എന്ത് ചെയ്ത് പുതിയ ബ്രേക്ക് ഇവിടെ കിട്ടി. ഓക്കെ. ആ പുതിയ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെ? ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. കാരണം എന്താ? ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ആൻഡ് അഗെയിൻ മാർക്കറ്റ് വീണ്ടും ഇവിടെ എത്തി, വീണ്ടും ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ്, ആ ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാൻഡിൽ, ആ ഒരു ഇമ്പൾസീവ് അല്ലാത്ത ആ ഒരു ക്യാൻഡിലാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് വീണ്ടും റീട്രേസ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് പുതിയ ബ്രേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ബ്രേക്ക് വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഒന്നും ഇല്ല. ആൻഡ് അഗെയിൻ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഇമ്പൾസീവ് അല്ലാത്ത ക്യാൻഡിൽ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പൾസീവ് അല്ലാത്ത ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾ നമ്മൾ ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ പറഞ്ഞ അതേ കാര്യം. ഓക്കെ. വൺസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഓക്കെ, താഴത്തേക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി ആക്ട് ചെയ്യും? എന്തായി ആക്ട് ചെയ്യും ഗൈസ്? supply. അതെ. അപ്പോൾ അതായത് ഇവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു അല്ലേ? ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്ത് ആദ്യം ഇവിടെ നിന്ന് റിയാക്ഷൻ തന്നു. ഓക്കെ. അഗെയിൻ വന്നു, മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതിനകത്തേക്ക് കയറി, വീണ്ടും താഴേക്ക് ഇറങ്ങി, വീണ്ടും മുകളിലേക്ക് കയറി, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്തു. ഓക്കെ. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് തന്നെ പോയി. ഓക്കെ. ഈ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ആയി, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ആയി. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആദ്യം എന്ത് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അത് എന്തായി മാറും? ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആയി മാറും. ഓക്കെ. പിന്നെ നോക്കി, ഇതൊരു ന്യൂസിന്റെ ടൈമിലാണ്. കറക്റ്റ് ആ ഒരു ന്യൂസിന്റെ ടൈമിൽ മാർക്കറ്റ് അവിടേക്ക് വന്നിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഒരു റോൾ ഓഫ് റിവേഴ്സൽ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇവിടെ നമുക്ക് എം എസ് എസ് ആൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് അഗെയിൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമ്പൾസീവ് ബ്രേക്ക് കിട്ടി. അപ്പോൾ അവിടെ ഇമ്പൾസീവ് അല്ലാത്ത ആ ഒരു ക്യാൻഡിൽ, അതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ബ്രേക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ എന്തായി? മുകളിലേക്ക് ബ്രേക്ക് ആയി അല്ലേ? ഈ ഒരു ഏരിയ മുകളിലേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ആ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് പിന്നെ എന്തായി ആക്ട് ചെയ്യും? ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയി ആക്ട് ചെയ്യും. കണ്ടോ? ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പിന്നെ തിരിച്ചിവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്? നമുക്ക് ബ്രേക്ക് തരുന്നത്. ഓക്കെ. ഓക്കെ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവുകയോ? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന് മാത്രമാണ് പറഞ്ഞത്. ഏതാണ് നല്ല, അതായത് നമ്മൾ എടുക്കേണ്ട ഓർഡർ ബ്ലോക്ക് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വേറെ പറയൂ കേട്ടോ. ലൈക്ക് നമ്മൾ ഈ ഒരു IDM അതേപോലെ ആ പ്രൈസ് ഡെലിവറി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നല്ല ഓർഡർ ബ്ലോക്ക്, നമ്മൾ എടുക്കേണ്ട ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. ഇപ്പൊ ആ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. സാറേ, ആ, ഹലോ സാർ, ഈ ഇമ്പൾസീവ് മൊമെന്റം ഉള്ള ഏരിയയിലത്തെ ഓർഡർ ബ്ലോക്ക് മാത്രമാണോ നമ്മൾ എടുക്കുന്നത്? അതെ അതെ. ഓക്കെ. ഇമ്പൾസീവ് മൊമെന്റം വരണം, എന്നാലേ അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ബൈയിങ് നടന്നു എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. ബിയറിഷ് എടുക്കാം. 3 ക്യാൻഡിൽ നോക്കുമ്പോൾ ബുള്ളിഷ് ആൻഡ് ബിയറിഷ് എടുക്കാം. ബുള്ളിഷും എടുക്കാം, ബിയറിഷും എടുക്കാം.
പ്രശ്നമല്ല. There is a base and impulsive move below the drawn OB. ആ ഏത് ടൈം ഫ്രെയിമിലും വാലിഡ് ആയിരിക്കും. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിന്റെ ഓർഡർ ബ്ലോക്കുകൾ എടുക്കുക. ഓക്കെ, ലോവർ OB in base and impulsive. ഇതാണോ ബ്രോ ചോദിച്ചത്, ഗോഡ്വിൻ ബ്രോ? ഈ ഒരു ഏരിയ ആണോ ഇതോ? ഇത് കൺസിഡർ ചെയ്യും ബ്രോ, ഇത് കൺസിഡർ ചെയ്യും, ഇവിടെ എത്തുമ്പോൾ കൺസിഡർ ചെയ്യും. അതൊക്കെ കൺസിഡറബിൾ ആണ്. ഓക്കെ, മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ വർക്ക് ആവാതെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് വർക്കായി? ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അല്ലേ? അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ മൂവ്മെന്റ് നമുക്കവിടെ തന്നിട്ടില്ല, റൈറ്റ്? അപ്പം എന്തുകൊണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കറക്റ്റ് അത് വർക്കായി, എന്തുകൊണ്ട് ഇത് വർക്കായില്ല? ഇതാണ് നമ്മൾ ഇനി IDM അതേപോലെ പ്രൈസ് ഡെലിവറി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ബ്രോ ഞാൻ ചോദിച്ചത് ആ ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ഇതാണോ? അല്ല, ഈ ഏറ്റവും താഴെ അവിടെ അവിടെ. ഓക്കെ, അവിടെയും നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈക്ക് ഇവിടെ നമ്മൾ ഒരു ഡിസ്കൗണ്ട് പ്രീമിയം എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് പ്രീമിയം വരിക അല്ലേ? ഇവിടെ അല്ലേ നമുക്ക് അതെ അതെ ഡിസ്കൗണ്ട് അതെ പ്രീമിയം വരിക. ഓക്കെ, അതെ. നമ്മൾ ഏറ്റവും ഡിസ്കൗണ്ടിലുള്ള ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എടുത്തു എന്നുള്ളൂ. നിയറസ്റ്റ് താഴേക്ക് ഓർഡർ ബ്ലോക്ക് പോവാണെങ്കിൽ എടുത്തു. ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ. ഇതും ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. ഇതും ഒരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. അതും കൺസിഡർ ചെയ്യാവുന്നല്ലേ? ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ബ്രോ ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോഴേ ആ ഇതെല്ലാം കൂടി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടോ ബ്രോ? ഇപ്പൊ കേൾക്കാം. നമ്മൾ ഇതും വരച്ച് മറ്റേ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച മറ്റേ അല്ല ആ ബ്രോ ഡിമാൻഡ് സോണ് വരച്ചേന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് ബ്രോക്ക് എന്താ തോന്നിയേ? അല്ല, ഡിമാൻഡ് സോൺ നമ്മൾ വരച്ചല്ലോ മുമ്പ്. അല്ല, അതില് അതെ, നമ്മൾ മാർക്ക് ചെയ്തില്ല. അതുപോലെ തന്നെ മറ്റേ കൺസൾട്ടേഷൻ അല്ല കൺസേൺ. കൺസൾട്ടേഷൻ മാർക്ക് ചെയ്യില്ലോ. ആ ആ അതും അപ്പൊ അതില് ഇപ്പൊ ഇതും ഓർഡർ ബ്ലോക്ക് ഒക്കെ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ ഡെയിലി ട്രേഡ് മീൻസ് നമ്മൾ ട്രേഡിങ് പഠിക്കുമ്പോ ഇതും ഉം, അതൊക്കെ ഒരുമിച്ചൊക്കെ അല്ലേ വരയ്ക്കുക? അതാ അതെ, ഞാൻ ചോദിച്ചത്. അപ്പൊ ഒരുമിച്ചാണ് നമുക്കത് വരക്കുക. കൺഫ്യൂസിങ് അപ്പൊ ആവുന്നതാണോ? എന്നിട്ട് ഇതിന്റെ അകത്ത് ര- അല്ല, കൺഫ്യൂഷൻ അല്ല, അതും രണ്ടും ഒരുമിച്ച് വരച്ചിട്ടൊക്കെ തന്നെ നോക്കണം അല്ലേ? അതാ എനിക്ക് സംശയം. അതായത് നമുക്ക് പ്രൈമറിലി നമുക്ക് വേണ്ടത് ഒരു ഡിമാൻഡും ഒരു സപ്ലൈയും ആണ്. ഓക്കെ, അപ്പോൾ ഒരു സപ്ലൈനകത്ത് ഇപ്പൊ നമുക്ക് സപ്പോസ് ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു സപ്ലൈ ഇല്ലേ, ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സപ്ലൈ ഇല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു സപ്ലൈ ഇല്ലേ? ഓക്കെ ഓക്കെ. ഇല്ലേ? അല്ല, ഉണ്ട് 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 ബ്രോ, ഉണ്ട്. പറഞ്ഞോളൂ അപ്പോ പറഞ്ഞോളൂ. ഓക്കെ, മനസ്സിലാവണ്ട അപ്പോൾ ഈ അത്. ഒരു ഈ ഒരു സപ്ലൈനകത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്ന ഒരു ഏരിയ. ഓക്കെ, അങ്ങനെ നോക്കുമ്പം ഇവിടെയാണ് ഒരു ഇമ്പൾസീവ് നമുക്ക് കാണാൻ പറ്റുക, ഈ ഒരു ക്യാൻഡിൽ. അതിന് തൊട്ടുമുമ്പ് ഇമ്പൾസീവ് അല്ലാത്തൊരു ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്തെടുക്കും, എൻട്രി. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു സപ്ലൈക്കകത്ത് നമുക്കൊരു OB ഇവിടെ കിട്ടി, ഓർഡർ ബ്ലോക്ക് കിട്ടി. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു സപ്ലൈ ഏരിയ കാണുമ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കോ, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കോ, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കോ, ഇതാണ് നമ്മുടെ ഡൗട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ട് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു ഡെയിലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡെയിലി നമ്മളിപ്പോൾ ഒരു ഇന്നത്തെ ദിവസം ഞാൻ ചാർട്ടിന്റെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പറയാം. ഇതാണ് ഞാൻ ലോവർ ടൈം ടു ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം എന്നുള്ള സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു റഫ് ഐഡിയ പറയാം. അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വീക്കിലിയിലേക്ക് വരും.
ഓക്കെ, വീക്കിലിയിലേക്ക് വന്നിട്ട് മാർക്കറ്റിന്റെ ഓരോ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യും, മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഓർഡർ ബ്ലോക്സ് കാര്യങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഒരു വീക്കിലി ഈ ഒരു ഏരിയ എടുക്കാം. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഈ ഒരു വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ബ്രേക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്രേക്ക് MSS വാട്ട് എവർ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു റീട്രേസ്മെന്റ്, പിന്നെ മാർക്കറ്റിന് എന്ത് ചെയ്തു? താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ ബ്രേക്ക് തന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കിവിടെ ഒരു ഇമ്പൾസീവ് മൊമെന്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്യാൻഡിൽ നോക്കി ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടില്ലേ? ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഇമ്പൾസീവ് മൊമെന്റം കിട്ടി. ഇവിടെ വീക്കിലിയിൽ എനിക്ക് ഇവിടെ എന്തില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്ലൈ ഏരിയ ഒന്നുമില്ല, ഒരു കൺസോൾട്ടേഷൻ ഏരിയ ഇല്ല. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇതെന്താണ് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഡ്രോ ചെയ്തത്? ഓർഡർ ബ്ലോക്ക് ആണോ? ഓർഡർ ബ്ലോക്ക്. എക്സാക്ട്ലി, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കാരണം ബ്രേക്ക് വന്നു, ഇമ്പൾസീവ് മൊമെന്റം വന്നു, അതിന് തൊട്ട് മുമ്പ് ഇമ്പൾസീവ് അല്ലാത്ത മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ. ഓക്കെ, മൊമെന്റം ഉള്ള ഈ ക്യാൻഡിലിന് തൊട്ട് മുമ്പുള്ള മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ, ഈ ക്യാൻഡിലാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു വീക്ക്ലിയിൽ തന്നെ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിലിന്റെ ഇത്രയും പാർട്ട് ഞാൻ അവിടെ കട്ട് ചെയ്യാണ്. Okay, ഇത്രയും ഏരിയ എനിക്ക് മതി. ഓക്കെ, ആ ഏരിയ ആണ് ഈ ഒരു പ്രീമിയത്തിലുള്ളത്. ഓക്കെ, ഞാൻ ഡെയിലിയിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ആണ്. ഞാൻ ഡെയിലിയിലേക്ക് ചാർട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു ബ്രേക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെയും എനിക്ക് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പം എനിക്ക് ഇവിടെ എന്തുണ്ട്? ഒരു ഇമ്പൾസീവ് മൊമെന്റ് ഉണ്ട്. ഇവിടെ എനിക്കൊരു ഡെയിലിയിലുള്ള ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. ശരിയല്ലേ? വീക്കിലി ഇല്ലായിരുന്നു, ഡെയിലിയിൽ ഇവിടെ ഒരു സപ്ലൈ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷൻ അല്ലേ? അതെ, ആ. അപ്പൊ ഈ ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സപ്ലൈക്കകത്ത് ഡെയിലിയിൽ ഇവിടെ എന്തുണ്ട്? ഇതെന്താണ്? ഡെയിലി എന്താണിത്? ഓർഡർ ബ്ലോക്ക് അല്ലേ? നമുക്ക് ഡെയിലിയുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം കൂടിയും ജസ്റ്റ് നോക്കുകയാണ്. ഓക്കെ അല്ലേ? നമ്മുടെ പ്രീമിയത്തിൽ തന്നെയാണ് ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ക്ലിയർ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആയോ ബ്രോ? യെസ് സർ. ഓക്കെ, ഇനി നമുക്ക് ഡെയിലിയിലേക്ക് വന്നു. ഞാൻ വീക്കിലിയിൽ നിന്ന് വന്നിട്ട് ഡെയിലിയിലേക്ക് വന്നു. ഡെയിലിയിൽ നിന്ന് ഞാൻ ഇനി 4 അവറിലേക്ക് വരികയാണ്. ഓക്കെ, 4 അവറിൽ വരുമ്പോൾ എനിക്കിവിടെ 4 അവറിൽ ഇവിടെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 4 അവറിലും ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആ 4 അവറിന്റെ ഡിസ്കൗണ്ടും പ്രീമിയം ഞാൻ ഓൾറെഡി ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഡെയിലിന്റെയും ഡിസ്കൗണ്ടും പ്രീമിയം. 4 അവറിന്റെ ഡിസ്കൗണ്ടും പ്രീമിയം ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിനകത്ത്, ഓക്കെ, ഡെയിലി ഓർഡർ ബ്ലോക്കിനകത്ത് എനിക്കിവിടെ എന്ത് അവൈലബിൾ ആണ്? ഇതെന്താണ്? ഈ ഒരു ഏരിയ എന്താണ്? പിന്നെ അത് കളർ മാറ്റാം. ഈ ഒരു നീല സപ്ലൈ സോൺ ബോക്സ് സപ്ലൈ സോൺ. ഈ സപ്ലൈ സോണിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്താണ്? ഓർഡർ ബ്ലോക്ക്. ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഏരിയ, ഡെയിലി ഓർഡർ ബ്ലോക്ക് ഏരിയ ആൻഡ് 4 അവർ ഓർഡർ ബ്ലോക്ക് ഏരിയ. ഓക്കെ, 4 അവർ ഓർഡർ ബ്ലോക്ക് ഏരിയ. ഈ ഒരു ഏരിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നല്ല രീതിയിൽ സെല്ലിങ് നടന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് നോക്കിയിട്ട് എന്ത് നോക്കാം? സെല്ല് നോക്കാം. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് മാർക്കറ്റ് ഏറ്റവും ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്തത് എവിടെയാ? ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്ക് എന്നല്ലേ? ഓക്കെ ക്ലിയർ ബ്രോ. അല്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഇനി ഫൈനലി നമ്മളൊരു ഡെയിലി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ലൈക്ക് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെയാണ് നിന്നത് അല്ലേ? ഇവിടുന്ന് ഇത്രയും ദിവസം എടുക്കണം, ടൈം ഇവിടെ എടുക്കണം. ശരിയാണ്, നമ്മൾ ഇത്രയും ടൈം ഇവിടെ എടുക്കണം. ഇവിടെ എത്തുമ്പോഴേ നമുക്ക് ഇവിടെ ഈ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും? ലോവർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ഈ ഈ ഒരു ഡിമാൻഡ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. എങ്ങനെ? 1 അവറിലൊക്കെ. ഓക്കെ, അതൊക്കെ ഞാൻ ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം എന്നുള്ള ഒരു സെഷനിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു
വ്യൂ ഉണ്ടെങ്കിൽ, ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ ഇപ്പോൾ വീക്ക്ലി, ഡെയിലി, 4 അവറിലൊക്കെ ഒരു നല്ലൊരു വ്യൂ ഉണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള സോണുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ഷുവർ ഷോട്ട് സെറ്റപ്പ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള മറ്റൊരു റീസൺ. ഓക്കെ, ഡിസ്കൗണ്ടും പ്രീമിയം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ ഇതാണ്. ഓരോ ടൈം ഫ്രെയിം നമ്മൾ ചെറുതാക്കി വരുമ്പോഴും അവിടെ അതിലൊക്കെ നമുക്ക് നമ്മുടെ വ്യൂ എന്താണോ, ഇവിടെയൊക്കെ നമ്മൾ വീക്ക്ലി, ഡെയിലി ഒക്കെ നോക്കുമ്പം സെല്ലിംഗ് ആണ് അല്ലേ. വീക്ക്ലി ഓർഡർ ബ്ലോക്ക്, ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്, ഡെയിലി ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്, വീണ്ടും 4 അവർ ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യരുത്, ബൈയിങ് നോക്കരുത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ, ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ സ്ട്രക്ചർ മാപ്പ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു 4 അവറിൽ മാത്രമേ ഇവിടെ എന്തുള്ളൂ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉള്ളൂ. അതേസമയം ഇവിടെ 4 അവർ വീക്ക്ലി, ഡെയിലി ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യലി ഇവിടുന്ന് എന്ത് തന്നെയാണ് മോസ്റ്റ് ചാൻസസ്, സെല്ലിങ് തന്നെയാണ് ചാൻസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ കേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡെയിലി ചെയ്യേണ്ട മെത്തേഡിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ്, ചെറിയൊരു രൂപം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഉണ്ടോ? സാർ ഇതിന്റെ ഒരു 1 അവർ കൂടി ഒന്ന് വേണ്ടോ? ആ, ഓക്കെ, ലൈറ്റ് ഞാൻ റെക്കോർഡിംഗ് ഇല്ല ഒന്ന് ബ്രോ, ഓഫ് ഇപ്പൊ നമ്മൾ ആക്കുകയാണ്. ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചല്ലോ.